ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ അഴിമതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നൃത്ത അധ്യാപകരുടെ സംഘടന DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഡിസംബർ 5-ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് മാർച്ചും പ്രതിഷേധ ധർണയും നടത്തുന്നത്. ഈ രംഗത്തെ അഴിമതിക്കെതിരെ സംഘടന നൽകുന്ന മുന്നറിയിപ്പുകൾ നിരന്തരം അവഗണിക്കുകയാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇടുക്കി ജില്ലയിലെ സ്കൂൾ കലോത്സവങ്ങളിൽ നടന്നിട്ടുള്ള അഴിമതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അധ്യാപകരുടെ സംഘടന ഡിസംബർ 5-ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഇടുക്കി DDE ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. ഈ മേഖലയിൽ അഴിമതി കൊടികുത്തി വാഴുന്നതായി ചൂണ്ടിക്കാട്ടി മുൻപ് പല പ്രാവശ്യം ഞങ്ങളിവിടെ കലോത്സവ അഴിമതിയുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായി. അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും മുഖവിലയ്ക്ക് എടുക്കാതെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അതിലെ അധികാരികൾ ഞങ്ങളുടെ വാക്കുകൾ മുഖവിലയ്ക്ക് എടുക്കാതെ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് വിധി നിർണയത്തിന് വേണ്ടതായ ഒത്താശകൾ ചെയ്തു കൊടുത്തു. അതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ ഈ വർഷം 2024-25 വർഷത്തില് ഇടുക്കി ജില്ലാ റവന്യൂ ജില്ലാ കലോത്സവത്തില് നടന്ന അഴിമതികൾ അത് വളരെ പ്രസിദ്ധമായ ഒരു സംഭവമായി മാറി. കാരണം പല വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ സമൂഹത്തിന് മുൻപിലേക്ക് കൊണ്ടുവരാൻ വേണ്ടതായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ആരും ഒരു മുഖവില കൊടുക്കാതെ ഇരുന്നതിന്റെ പേരിലാണ് ഇപ്പോഴത്തെ റവന്യൂ ജില്ലാ കലോത്സവം താറുമാറായി പോകാനുണ്ടായ ഒരു കാരണം. അടിമാലി, പീരുമേട്, ആറക്കുളം, മൂന്നാർ എന്നിവിടങ്ങളിൽ മാത്രം ശരിയായ വിധി നിർണയം നടന്നിട്ടുണ്ട്. എന്നാൽ തൊടുപുഴ, കട്ടപ്പന, നെടുങ്കണ്ടം എന്നിവിടങ്ങളിൽ കൃത്യമായ വിധി നിർണയം നടന്നു എന്ന് കരുതാനാവില്ല. കാരണം കഞ്ഞിക്കുഴിയിൽ നടന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ അപ്പീലുകളുടെ എണ്ണം തന്നെ വിധി നിർണയത്തിലെ വിശ്വാസമില്ലായ്മ വ്യക്തമാക്കുന്നതാണ്. കഞ്ഞിക്കുഴിയിലെ നൃത്തയിനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ലഭിച്ച ഓഡിയോ, ഫോട്ടോകൾ എന്നിവ DDE മറ്റധികാരികളെയും കാണിച്ചുവെങ്കിലും അവർ തങ്ങളുടെ പ്രസ്താവന മുഖവിലയ്ക്ക് പോലും എടുത്തിരുന്നില്ലെന്നും ഇവർ പറഞ്ഞു. കട്ടപ്പന ചിദംബരം സ്കൂൾ ഓഫ് ഡാൻസ് ഡയറക്ടർ കുമാർ വിയുടെ വിദ്യാർത്ഥികൾക്കാണ് ഒട്ടുമിക്ക മത്സരങ്ങളിലും സമ്മാനങ്ങൾ ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കുട്ടികൾ ശക്തമായ മത്സരങ്ങളിൽ പങ്കെടുക്കാത്ത ഇനങ്ങൾക്ക് മാത്രമാണ് മറ്റ് അധ്യാപകർ പഠിപ്പിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങൾ ലഭിച്ചിട്ടുള്ളതെന്നും സംഘടനാ നേതാക്കൾ ചൂണ്ടിക്കാട്ടി.